ലല്ലാഹി തആല മൗദിയൻ ഹൗലൽ അർശ്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ അടുക്കൽ ഒരു പ്രത്യേകമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിന് പറയുന്നത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പരിശുദ്ധമായ സ്ഥലം. റൂമിനിൻ നൂരി, ആ സ്ഥലം പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രകാശപൂരിതമായ ഒരു സ്ഥലമാണ്. ഒഫീഹി മലായികത്തിൽ, ആ സ്ഥലത്ത് സദാസമയത്ത് കുറേ മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പോൾ എണ്ണമറ്റ മലക്കുകൾ ഈ ഹദീറത്തുൽ ഖുദുസിലിരുന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലായഫ്തറൂന, ഒരിക്കലും തളർച്ച ഉണ്ടാകില്ല. ഇബാദത്തിനൊരു ക്ഷീണവും അവരെ ഒരിക്കലും ബാധിക്കുകയില്ല. ഈ മലക്കുകൾ പെയ്താക്കാന ലയാലി റമദാൻ മാസത്തിന്റെ രാത്രിയായി കഴിഞ്ഞാൽ ഈ മലക്കുകൾ ഇസ്തഅ്ദിനു റബ്ബഹും, അള്ളാഹുവിനോട് അനുമതി ചോദിക്കും. പടച്ചോനെ യൻസിലു ഇലൽ അർളി, ഞങ്ങൾക്കൊന്ന് ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ അനുവദിക്കണം എന്നവർ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു റമദാനിന്റെ രാത്രികളിൽ. അങ്ങനെ അവർ അള്ളാഹുവിന്റെ അനുമതി വാങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും യഹ്ദുറൂന സലാത്തു തറാവി നമസ്കാരത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളോടൊപ്പം പള്ളികളിൽ വീടുകളിലേക്ക് അവർ പങ്കെടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണോ കുല്ലുമൻ മസ്സഹുമോ മസ്സഹും, തറാവി നമസ്കാരത്തിന് ഈ മലക്കുകൾ വന്ന് നമ്മുടെ കൂടെ നിൽക്കും. ആ മലക്കിന്റെ അടുത്ത് നിൽക്കാൻ കഴിഞ്ഞവർ, ആ മലക്കുകളെ തൊടാനോ അല്ലെങ്കിൽ ആ മലക്കുകൾക്ക് ഇങ്ങോട്ട് തൊടാനോ കഴിഞ്ഞ മനുഷ്യന്മാർ സഈദ സആദത്തൻ, അവർ വലിയ വിജയികളായിത്തീരും. ലാ യഷ്ഖാ ബഅദഹാ അബദ, പിന്നീട് അവർക്ക് ജീവിതത്തിൽ അവരെ പരാജയം ബാധിക്കുകയില്ല. ഈ മലക്കുകളെ തൊട്ടിരുമ്പി നിൽക്കാൻ കഴിഞ്ഞ ആളുകൾക്ക് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തറാവി നമസ്കാരം എന്ന് പറയുന്നത്. ഈ മലക്കുകളോട് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നു. അത് പിന്നെ ഒരു സമയത്ത് നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തറാവി നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലസത, ഉദാസീനത ഒരിക്കലും പാടില്ല. ആദ്യം കണ്ട ഒരു താല്പര്യമൊന്നും ഇപ്പോൾ പലരിലും കാണുന്നില്ല. ആദ്യമൊക്കെ പള്ളിയുടെ പുറയിലും സഫുണ്ടായിരുന്നു തറാവി. ഇപ്പോൾ ഇഷായ്ക്ക് സഫുണ്ട്. ഇഷാ കഴിഞ്ഞാൽ ഇങ്ങനെ പല ആളുകളും പോകുകയാണ്. ഒരു 4 സഫൊക്കെ ലാസ്റ്റ്, പരമാവധി ഒരു 4 സഫൊക്കെ ആളുള്ളത്. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നാലും മതി, പകുതി കൂലി ഉള്ളെന്നുള്ളൂ. നിൽക്കാൻ കഴിയില്ലാത്തവർക്ക് ഇരുന്നും തറാവി നിസ്കരിക്കാം. 1.5 മണിക്കൂറോട്ട് എല്ലാം അവസാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിങ്ങനെ പോവുകയാണ്, പകുതിയോടെ അടുക്കുകയാണ്. ഈ തറാവി റമദാനിലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. മറ്റു നിസ്കാരങ്ങൾ റമദാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കാൻ പറ്റും. ഇവിടെ അവസരങ്ങൾ നമ്മൾ പാഴാക്കാതിരിക്കുക, കിട്ടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക. 8 കഴിഞ്ഞാൽ പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അവരൊക്കെ സലഫികളാണെന്നാണ്. പിന്നെ ഞാൻ അറിഞ്ഞത് അവർ തറാവീഹിന് മാത്രം സലഫി ആകണമെന്നാണ്. ആദർശത്തിലെല്ലാം സലഫിയല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി നമ്മുടെ താല്പര്യത്തോടു കൂടി തറാവി നമസ്കാരത്തിൽ സജീവമായി പങ്കെടുക്കുക. അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത റമദാനിലും തുടർന്നുള്ള റമദാനുകളിലും ഇതേപോലെ തറാവിയിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക